ജിൻസിയെ മിസ് ചെയ്യുന്നുണ്ടോ? ശരിക്കും മിസ് ചെയ്യുന്നുണ്ട്. അധികം നാളൊന്നും ആയിട്ടില്ലല്ലോ കല്യാണം കഴിഞ്ഞിട്ട്. ഇപ്പോൾ ഒരു 9 മാസം അങ്ങനെയൊക്കെ ആയിട്ടുണ്ടുള്ളൂ. പെട്ടെന്ന് അപ്പം 7 മാസമായി, കൂട്ടിക്കൊണ്ടൊക്കെ ആയി. അപ്പോൾ നന്നായിട്ട് മിസ് ചെയ്യുന്നുണ്ട്. ഉമ്മ നല്ല ഫീലായിട്ട് നിൽക്കുന്ന കണ്ടല്ലോ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ പൊതുവെ ആളില്ലാത്തൊരു വീടായതുകൊണ്ട് ഇപ്പം തന്നെ സൈലന്റ് ഏരിയ അല്ലേ. അവളുണ്ടെന്നുണ്ടെങ്കിൽ നല്ല രസമാണ്. ഉപ്പയാവാൻ പോകുന്നു. ഒരുപാട് സന്തോഷമുണ്ട്. ഫാമിലി തൊട്ട് ഒരാൾ കൂടി വരികയല്ലേ, കിട്ടാൻ വേണ്ടി വെയിറ്റ് ചെയ്യാണ്. കാരണം ഞാനും ജിൻസി ആണെങ്കിലൊക്കെ 2 മാസം, ഇപ്പോൾ 2-2.5 അങ്ങനെയൊക്കെയല്ലേ സമയമുള്ളൂ. അപ്പൊ അതിന് വേണ്ടി ഇങ്ങനെ എണ്ണി കുത്തിരിക്കുകയാണ്. പക്ഷെ എനിക്കും ജിൻസിക്കും അങ്ങനൊന്നുമില്ല. ആൺകുട്ടിയാണെന്നുണ്ടെങ്കിലും അടിപൊളിയായിട്ട് സെറ്റ് ആവും, പെൺകുട്ടിയാണെങ്കിലും സെറ്റ് ആവും, അത്രേ ഉള്ളൂ. പണിഞ്ഞു തരുന്നത് ഇനി മുതൽ എന്തായാലും ഞാൻ പാട്ട് ചെയ്തൂല. എനിക്ക് പാട്ട് ചെയ്താലുള്ള കഴിവില്ല. ഇപ്പൊ ട്രോളിലൊക്കെ ചിലപ്പോ എന്റെ പണ്ടത്തെ പാട്ട് കേട്ടിട്ടുണ്ടാവും. എന്റെ ഉമ്മാക്കൊരു മരുമോൾ വേണം, എന്നിത്താക്കൊരു നാത്തൂൻ വേണം, എനിക്കൊരു ഭാര്യ വേണം, ആരും, അങ്ങനത്തെ പാട്ടൊക്കെ. അതൊക്കെ അന്നത്തെ കാലത്ത് അങ്ങനെയൊക്കെ ആയിരുന്നു. ഇപ്പോൾ ചേഞ്ച് വന്നു, അതുകൊണ്ട് ആൾക്കാർ കൂടുതൽ നമ്മളെ പാട്ട് ഇഷ്ടപ്പെടുന്നു. മണ്ടത്തരങ്ങൾ കൊണ്ടാണെങ്കിലും എന്തുകൊണ്ടാണെങ്കിലും ഞാൻ 0-ൽ നിന്നിരുന്ന സമയമുണ്ട്. അതായത് എന്നെ കൊണ്ട് കഴിയും എന്നുള്ള നിലക്കാണ് ഞാൻ ഇപ്പോഴും ഈ ഒരു നിലക്ക് നിൽക്കുന്നത്. എന്തെങ്കിലും തെറി പറഞ്ഞിട്ട് കമന്റ് ഇടുമ്പോൾ നമുക്ക് അതിനെ അറിയാൻ വയ്ക്കായിട്ടല്ല, ലൈക്കും വലിയ തെറി അതിൻ്റെ അടിയിൽ എഴുതാൻ വയ്ക്കായിട്ടല്ല. പക്ഷെ അപ്പോൾ ഞാൻ ചിന്തിക്കുക, ഞാനിപ്പോൾ അതിൻ്റെ അടിയിൽ ഒരു കമന്റ് ഇട്ട് കഴിഞ്ഞാൽ പടച്ചോനെ തളർത്തൂലേ എന്നാണ് ഞാൻ ചിന്തിക്കുക. എന്ന് വിചാരിച്ചിട്ട് വലിയ ഇൽമുണ്ട് എന്നല്ല പറയുന്നത് കേട്ടോ. ഞാൻ അങ്ങനെ ആരോടും എതിർക്കാനൊന്നും പോവില്ല. അതുകൊണ്ടൊക്കെ തന്നെ ആയിരിക്കും പഠിച്ചോ ഇങ്ങനെ ഒരു ലെവലിൽ ഇങ്ങനെ നിന്ന് പോണതും. ഒരു റോട്ടിൽ ഇപ്പോൾ ഒരു പ്രാന്തം നിന്നിട്ട് നമ്മൾ എന്തെങ്കിലും പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം നമ്മൾ തിരിച്ചു പറയും, പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, അവിടെ പറഞ്ഞോട്ടെ. ഇപ്പോൾ ഉള്ള വ്ളോഗേഴ്സിൻ്റെ ഒക്കെ മുമ്പ് എനിക്ക് യൂട്യൂബ് ചാനലുണ്ട്. ഒരുപാട് കാലം മുമ്പുണ്ട് യൂട്യൂബ് ചാനൽ. അപ്പം അന്ന് മുതൽ നമുക്ക് ബാഡ് കമൻ്റൊക്കെ വന്ന് ശീലിച്ച് നല്ലതും ചീത്തതൊക്കെ വരും. അതിനാണല്ലോ കമൻസ് എന്നുള്ളത് വന്നിട്ടുള്ളത്. അതൊന്നും ഞാൻ മൈൻഡ് ആക്കില്ല. നമ്മളെന്തെങ്കിലും നമ്മളെ ഇഷ്ടപ്പെടാത്തവർക്ക് വേണ്ടിയിട്ട് നമ്മൾ സമയം കളയാണ്. നമ്മൾ ഇഷ്ടപ്പെടുന്ന ഇഷ്ടംപോലെ ആൾക്കാരില്ലേ, അവർക്ക് വേണ്ടി നമ്മൾ സമയം കളയും. ഹായ്, ഹലോ, വെൽക്കം ബാക്ക് ടു സൈന സൗത്ത് പ്ലസ്. ഇന്ന് എന്നോടൊപ്പം ഉള്ളത് നമുക്ക് എല്ലാവർക്കും പ്രിയപ്പെട്ട ഒരാളാണ്. സിംഗറാണ്, ഒരു ഫാമിലി വ്ളോഗറാണ്. അതെ, ജിൽഷാദാണ്. വെൽക്കം. താങ്ക് യു. എനിക്ക് തോന്നുന്നു ജിൽഷാദ് ഇപ്പം ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ ഒരു നിമിഷത്തിലൂടെയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അതായത് ഒരു ഉപ്പയാവാൻ പോകുന്നു. അപ്പൊ എങ്ങനെ തോന്നുന്നു? ഹൗ ഡു യു ഫീൽ റൈറ്റ് നൗ? ഒരുപാട് സന്തോഷമുണ്ട്. കാരണം നമ്മുടെ ഫാമിലി തൊട്ട് ഒരാൾ കൂടി വരികയല്ലേ, അപ്പോൾ അതിൻ്റെ ഒരു എക്സൈറ്റ്മെന്റിലാണ്. എനിക്ക് തോന്നുന്നു ഈ അടുത്തിടയ്ക്ക് ഇറങ്ങിയ എല്ലാ കോണ്ടന്റുകളും, അതായത് പ്രഗ്നൻസി റിവീലിംഗ് തൊട്ടാണെങ്കിൽ അങ്ങനെയുള്ള കോണ്ടന്റുകളെല്ലാം ജിൻസിയുമായിട്ട് ഒരുമിച്ചുള്ളതും, പ്രഗ്നൻസി റിവീലിംഗ്, അതിനുശേഷം എനിക്ക് തോന്നുന്നു കണ്ടന്റുകളെല്ലാം അതേപോലെ ആയിരുന്നു. അപ്പോൾ ഇപ്പോൾ ജിൻസിയെ മിസ് ചെയ്യുന്നുണ്ടോ? ശരിക്കും മിസ് ചെയ്യുന്നുണ്ട്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അധികം നാളൊന്നും ആയിട്ടില്ലല്ലോ കല്യാണം കഴിഞ്ഞിട്ട്. ഇപ്പോൾ ഒരു 9 മാസം അങ്ങനെയൊക്കെ ആയിട്ടുണ്ടുള്ളൂ. അപ്പോൾ പിന്നെ പെട്ടെന്ന് അപ്പം 7 മാസമായി, കൂട്ടിക്കൊണ്ടൊക്കെ ആയി. അപ്പോൾ നന്നായിട്ട് മിസ് ചെയ്യുന്നുണ്ട്. കാരണം അവളുണ്ടെന്നുണ്ടെങ്കിൽ നല്ല രസമാണ്. കാരണം നിങ്ങൾ ആ വീഡിയോ കണ്ടിട്ടുണ്ടോയെന്ന് അറിയില്ല, ഉമ്മ നല്ല ഫീലായിട്ട് നിൽക്കുന്ന കണ്ടല്ലോ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ പൊതുവെ ആളില്ലാത്തൊരു വീടായതുകൊണ്ട് ഇപ്പം തന്നെ സൈലന്റ് ഏരിയ അല്ലേ. പിന്നെ പെങ്ങൾ പോയി കഴിഞ്ഞാൽ പിന്നെ പെങ്ങൾ 2 കുട്ടികൾ, പെങ്ങൾ ഉണ്ടാകുമ്പോൾ 2 കുട്ടികൾ നല്ല രസമായിരിക്കും. ഇല്ലെങ്കിൽ ആകെ ഒരു സൈലന്റ് ആയിരിക്കും. ഉമ്മ ചിലപ്പോൾ ഖുർആൻ ഓതിയിട്ട് റൂമിലിരിക്കും, ഞാൻ സ്റ്റുഡിയോ പോവും. പിന്നെ അങ്ങനെ ആകുമ്പോൾ എന്തായാലും മിസ് ചെയ്യാതിരിക്കൂല, നന്നായിട്ട് മിസ് ചെയ്യുന്നുണ്ട്. പാട്ടിനോടുള്ളൊരു പ്രണയം അത് പണ്ട് തൊട്ടേ ഉണ്ടായിരുന്നോ? ചെറുപ്പം മുതലേ ഉണ്ടായേനെ. ചെറുപ്പം മുതൽ പറഞ്ഞാൽ എനിക്ക് തോന്നുന്നത് 4-ാം ക്ലാസ്സിലൊക്കെ, 4-ാം ക്ലാസ്സിൽ നിന്ന് ഞാനൊരു പാട്ട് പാടിയിട്ടുണ്ടായിരുന്നു. ചിലർ ചകപ്പെടുകയും പടപിന്റെ കുടുമയിൽ വീരറലി മരക്കാര കഥമില വെടിക്കൊണ്ടേ അധികമയുണ്ട് മുറിച്ചിറ്റി ഗതം ഒറ്റ ബിലം കെട്ട ദുടൻ മറ്റു തുമ്മൽ ചോട്ടിൽ തത്തിക്കിത്തി ചാടി പൊരുതീടേ, അങ്ങനെ പാട്ട്. അത് പിന്നെ ഇതായിട്ട് മാപ്പിളപ്പാട്ട് എന്തെങ്കിലും പറയാ, മറ്റേ മാപ്പിളപ്പാട്ട് മത്സരം ഉണ്ടാവില്ലേ അതിന്. അപ്പോൾ അത് 4-ാം ക്ലാസ്സിൽ നിന്ന് പാടിയിട്ട് ഞാൻ സബ് ജില്ലയിൽ പോയി. സബ് ജില്ലയിൽ നിന്ന് സെക്കൻഡായിട്ട്, അതായത് മുറിച്ചിറ്റി ഗതം അവിടെ ഒരു ശ്വാസം പോയപ്പോൾ സെക്കൻഡായിട്ട്. അങ്ങനെ സെക്കൻഡ് കിട്ടിയപ്പോൾ തന്നെ സ്കൂളിൽ സെക്കൻഡ് കിട്ടിയിരിക്കല്ലേ ജില്ലയെന്ന് സബ് ജില്ലയെന്ന് നോർമൽ സബ് ജില്ല ആവും തോന്നുന്നുണ്ട്. അങ്ങനെ സമ്മാനം കിട്ടി. ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് പാട്ടിനോട്. പിന്നെ 7-ാം ക്ലാസ്സിൽ നിന്നൊക്കെ ആണെങ്കിലും മീറ്റിംഗ് ഉണ്ടാവുമല്ലോ, പേരൻസ് മീറ്റിംഗ് വരുമ്പോൾ ടീച്ചർ പറയും പിന്നെ ഓന് തീരെ പഠിക്കൂല, പാട്ടിനോടാണ് അവനക്ക് കൂടുതൽ താല്പര്യം. കാരണം ക്ലാസ്സിൽ ഫ്രീ ടൈം കിട്ടിക്കഴിഞ്ഞാൽ അപ്പൊക്ക് പാട്ട് പാടണം. അപ്പം അങ്ങനെയൊക്കെ ആയിട്ട് ഉമ്മാനോടൊക്കെ പറയുന്നു എനിക്ക് പാട്ടിലാണ് കൂടുതൽ ശ്രദ്ധ, അപ്പം അങ്ങനെ നോക്കിക്കൂടെ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ടീച്ചേഴ്സിന് എന്നെ അറിയാം. അങ്ങനെയാണ് പാട്ടിലേക്ക് വന്നത്. അതെ, ആ സ്കൂളിൽ തന്നെ എന്നെ ഗസ്റ്റ് ആയിട്ടൊക്കെ വിളിച്ചിട്ടുണ്ട്.
ഞാൻ വല്ലപ്പോഴും ഓർഫനേജ് സ്കൂളിലാണ് പഠിച്ചിട്ടുണ്ടായിരുന്നത് 1 മുതൽ 7 വരെ. അപ്പോൾ 7ാം ക്ലാസ്സിനായിട്ടാണ് ഈ ഒരു അനുഭവം ഉണ്ടായിരുന്നത്. അപ്പോൾ ഇപ്പം അടുത്ത് കഴിഞ്ഞ കൊല്ലം തോന്നുന്നുണ്ട് അവർ ഗസ്റ്റായിട്ട് ഗസ്റ്റായിട്ട് നമ്മളവിടെ പോയി. എനിക്കൊന്ന് പാട്ടിന്റെ കാര്യം പറയുവാണെങ്കിൽ തന്നെ ഇപ്പം ശ്രേയയുടെ കൂടെ ഒരു പാട്ട് പാടിയിട്ടുണ്ട്, അതുപോലെ തന്നെ നിത്യ മാമന്റെ കൂടെ പാടി. അപ്പം ഇങ്ങനെ പാട്ട്, അതായത് ഇപ്പൊ ഫിലിമൊക്കെ നോക്കുന്നുണ്ടോ, ആ ഒരു സൈഡൊക്കെ മ്യൂസിക്കിനെ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടോ? ഓ, ഫിലിമൊക്കെ വന്നു കഴിഞ്ഞാൽ പാടും. എവരി ഡോഗ് ഹാസ് എ ഡേ എന്നാണല്ലോ. അപ്പോൾ വെയിറ്റ് ചെയ്യുന്നുണ്ട് ഇൻഷാ അല്ലാ. സൗണ്ട് എഞ്ചിനീയർ ആയിട്ട് ഇപ്പോൾ വർക്ക് ചെയ്യുന്നുണ്ട്, സ്വന്തമായിട്ട് സ്റ്റുഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ട്. അപ്പം പഠിപ്പിക്കുന്നുണ്ടോ, പാട്ട് പഠിപ്പിക്കുന്നുണ്ടോ, എങ്ങനെയാണ്? പാട്ടല്ല, സൗണ്ട് എഞ്ചിനീയർ പഠിപ്പിക്കുന്നുണ്ട്. ഇപ്പോൾ ചിലയിടത്തൊക്കെ ലക്ഷങ്ങളൊക്കെ മുടക്കി പഠിക്കേണ്ടി വരും അവർക്ക്. അപ്പോൾ പിന്നെ നമ്മൾ കുറഞ്ഞ ഫീൽഡിൽ നമുക്കറിയുന്ന അറിവുകൾ നമ്മളവർക്ക് പകർന്നു കൊടുക്കുക. അപ്പോൾ അങ്ങനെ 2-3 കുട്ടികളൊക്കെ ഉണ്ട് വന്ന് പഠിക്കുന്ന, അവിടെ നിന്ന് പഠിക്കുകയാണ്, അതായത് വന്ന് പഠിക്കുന്ന കുട്ടികൾ. അപ്പോൾ ഒരുപാട് കുട്ടികളൊന്നും മാനേജ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഇല്ല. അപ്പോൾ പിന്നെ കുറച്ച് 2-3 കുട്ടികളൊക്കെ ഉണ്ട്, അടിപൊളിയായിട്ട് തന്നെ പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. കയ്യാറായി. ജീവിതത്തിലാണെങ്കിലും എനിക്ക് തോന്നുന്നു ഭയങ്കരമായിട്ട് സ്ട്രഗിൾ ചെയ്ത്, അല്ലെങ്കിൽ ഓരോ കാര്യങ്ങളും നേടിയെടുക്കാൻ വേണ്ടി എഫേർട്ട് ഇട്ടിട്ടാണ് ജിൽഷാദ് വന്ന വഴിയാണെങ്കിൽ പോലും. അപ്പോൾ ഇപ്പം ഒന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ എങ്ങനായിരുന്നു ആ ഒരു ജേർണി, ഇപ്പം എത്തി നിൽക്കുന്ന പൊസിഷൻ വരെ എങ്ങനെ? ഞാൻ ഇന്നെ നന്നായിട്ട് അറിയുന്നവർക്കറിയാം, ഞാൻ മണ്ടത്തരങ്ങൾ കൊണ്ടാണെങ്കിലും എന്തുകൊണ്ടാണെങ്കിലും ഞാൻ 0-ൽ നിന്നിരുന്ന സമയമുണ്ട്. അതായത് പാട്ടിൽ വന്നതിന് ശേഷമാണെങ്കിലും 0-ൽ നിന്നിട്ട് ഒരു സമയമുണ്ട്. അപ്പോൾ ആ 0-ൽ നിന്നിട്ട് പിന്നെയും എന്നെ കൊണ്ട് കഴിയും എന്നുള്ള നിലക്കാണ് ഞാൻ ഇപ്പോഴും ഈ ഒരു നിലക്ക് നിൽക്കുന്നത്. മീൻസ് എല്ലാവരും ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ ഒന്ന് തളർന്നു കഴിഞ്ഞാൽ ഇനി വേണ്ടെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ പണി നോക്കാമെന്നുള്ള വിചാരിക്കുക. പക്ഷേ എൻ്റെ മനസ്സിനൊന്നും അനുഭവിച്ചിട്ടില്ല. ഞാൻ പിന്നെ അതിൽ തന്നെ അടിപൊളിയായിട്ട് നിന്നു. കാരണം എനിക്കറിയാം ഞാൻ എന്താണെന്നുള്ളത് എനിക്കറിയാം. അപ്പോൾ പിന്നെ എന്നെ ഇഷ്ടപ്പെടുന്നവർക്കും അറിയാം. അപ്പോൾ പിന്നെ അങ്ങനെ അടിപൊളിയായിട്ട് നിന്ന് ഇപ്പോൾ ഇവിടെ എത്തി. ഇപ്പൊ പറഞ്ഞ ഈ 0-ൽ നിന്ന് എത്തിയൊരു സമയം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അപ്പം എന്തായിരുന്നു ഏറ്റവും കൂടുതൽ പുറകിലേക്ക് വലിച്ചുകൊണ്ടിരുന്ന ഒരു സിറ്റുവേഷൻ? കാരണം ഈ ഫീൽഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഇപ്പം നിങ്ങളെ ഫീൽഡാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ പരസ്പരം ചാനലിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഉണ്ടാവുമല്ലോ, എല്ലാവർക്കും ഉണ്ടാവുമല്ലോ. ഇപ്പോൾ ഏതൊരു പ്രോഗ്രാം ആണെങ്കിലും എന്താണെന്നുണ്ടെങ്കിലും നമ്മൾ ഒരാൾ ഉയരുമ്പോൾ ചിലപ്പോൾ മറ്റാൾക്ക് ചിലപ്പോൾ പറ്റിക്കൊണ്ടെന്നില്ല. ഇപ്പോഴത്തെ അവസ്ഥയിലിട്ട് ഇപ്പോൾ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. വർഷങ്ങൾക്ക് മുമ്പുള്ള സംഭവങ്ങളാണ് പറയുന്നത്. അപ്പോൾ പിന്നെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. അപ്പോൾ പിന്നെ അതും പിടിച്ച് തൂങ്ങും, നമ്മളെങ്ങനെയൊക്കെ തളർത്താൻ നോക്കും. പക്ഷേ അതാ പറയുന്നത്, പഠിച്ചോ നമ്മളെ കൂടെ ഉള്ളതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു നിലക്ക് ഇപ്പം നിങ്ങളെ മുമ്പിൽ ഞാനിങ്ങനെ ഇൻ്റർവ്യൂവിൽ ഇങ്ങനെ ഇരിക്കണതും അതൊക്കെ അതിൻ്റെ സമയമാണല്ലോ. എനിക്ക് തോന്നുന്നു ഒരുപാട് പേര് ഈ വന്ന വഴിയിലാണെങ്കിലും നെഗറ്റീവ്സ് പറയാനാണെങ്കിലും അല്ലെങ്കിൽ ഈ ഒരു ഫീൽഡ് തിരഞ്ഞെടുത്തതിനെയൊക്കെ ഒരുപാട് കുറ്റമായിട്ട് പറഞ്ഞവരുണ്ടാവും. അപ്പം അങ്ങനെ ഈ നെഗറ്റീവ്സ് ഒക്കെ കേൾക്കുമ്പോഴാണെങ്കിലും ജിൽഷാദ് എങ്ങനെയാണ് അതിനോട് റിയാക്ട് ചെയ്തിരുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് അതിനെ കണ്ടിരുന്നത്? ഞാൻ അതൊന്നും മൈൻഡാക്കാറില്ല. എനിക്ക് അതൊക്കെ ഭയങ്കര പേടില്ല. മീൻസ് ആരിപ്പോൾ ഒരു കമൻറ്റ് ഇടുകയാണ്, പിന്നെ എന്തെങ്കിലും തെറി പറഞ്ഞിട്ട് കമൻറ്റ് ഇടുമ്പോൾ നമുക്കതിനെ അറിയാൻ വയ്ക്കായിട്ട് ലൈക്കും വലിയ തെറി അതിൻ്റെ അടിയിൽ എഴുതാൻ വയ്ക്കായിട്ടല്ല. പക്ഷേ അപ്പോൾ ഞാൻ ചിന്തിക്കുക, ഞാനിപ്പോൾ അതിൻ്റെ അടിയിൽ ഒരു കമൻറ്റ് ഇട്ടാൽ ഞാൻ പടച്ചോ എന്നെ തളർത്തൂലേ എന്നാണ് ഞാൻ ചിന്തിക്കുക. അപ്പോൾ എനിക്ക് അങ്ങനെയൊക്കെ ഒരു പേടിയാണ് എന്ന് വിചാരിച്ചിട്ട് വലിയ ഇൽമുണ്ട് എന്നല്ല പറയുന്നത് കേട്ടോ. ഇപ്പോൾ നമ്മളിപ്പോൾ ഷോപ്പിലൊക്കെ പോകുമ്പോഴൊക്കെ ഇപ്പോൾ കടക്കാരൻ പറയില്ലേ ചിലപ്പോൾ ₹1 പിന്നെ തന്നാൽ മതി എന്നൊക്കെ പറയില്ലേ. അപ്പോൾ ഞാൻ ചിന്തിക്കും, പഠിച്ചോളാം ഈ ₹1 ഞാൻ അവിടെ ചെന്ന് വഴി പറയണ്ടേ. അപ്പോൾ ഞാൻ പറയും നിങ്ങൾ ₹4 പിന്നെ തന്നാൽ മതി, അപ്പോൾ മൂപ്പര മേത്ത് കിട്ടിയില്ലേ. അപ്പോൾ അങ്ങനത്തെ കുറച്ച് പേടിക്കണം. അപ്പം ഞാൻ അങ്ങനെ ആരോടും എതിർക്കാനൊന്നും പോവില്ല. അതുകൊണ്ടൊക്കെ തന്നെ ആയിരിക്കും പഠിച്ചോ ഇങ്ങനെ ഒരു ലെവലിൽ ഇങ്ങനെ നിന്ന് പോകണതും. എനിക്കിപ്പോൾ കേട്ടപ്പോഴാണെങ്കിലും, അതായത് ഇപ്പം ഓരോ കാര്യങ്ങൾ ഇപ്പം നെഗറ്റീവ് കമൻറ്റ്സ് വരുമ്പോഴാണെങ്കിലും ഒക്കെ പ്രതികരിക്കാതെ ഇരിക്കുകയാണ്. അതായത് പ്രതികരിക്കാൻ തോന്നിയിട്ടും പ്രതികരിക്കുന്നില്ല എന്നൊരു തീരുമാനം എടുത്തിട്ടാണ് ജിൽഷാദ് കൂടുതൽ കാര്യങ്ങളെ നോക്കി കാണുന്നത്. അപ്പം ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ സിറ്റുവേഷനിൽ ഇത് പ്രതികരിക്കാമായിരുന്നു, എനിക്കിത് റിയാക്ട് ചെയ്യണം, എൻ്റെ ഒരു സെൽഫ് റെസ്പെക്റ്റിനെ പോലും അത് ചോദ്യം ചെയ്തു, എന്നിട്ടും റിയാക്ട് ചെയ്തില്ല എന്നൊരു ആ ഒരു തോട്ട് വന്നിട്ടുണ്ടോ? റിഗ്രറ്റ് എപ്പോഴെങ്കിലും? എനിക്കങ്ങനെ തോന്നലില്ല. ഞാൻ പരമാവധി അങ്ങനെ ഒഴിവാക്കലാണ്. എന്തൊരു കാര്യം വരുമ്പോഴും ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ കുത്തിപ്പൊക്കാതെ ഇപ്പോൾ ഒരു റോട്ടിലിപ്പോൾ ഒരു പ്രാന്തം നിന്നിട്ട് നമ്മൾ എന്തെങ്കിലും പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം നമ്മൾ തിരിച്ചു പറയുമോ? പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, അതവിടെ പറഞ്ഞോട്ടെ, അങ്ങനെയല്ല വിചാരിക്കുക. അതേമാതിരി ഇപ്പോൾ ജിൻസി കൂടെ വന്നിട്ടുള്ള ഒരുപാട് വീഡിയോസ് ഉണ്ട്. അപ്പം ജിൻസി ആണെങ്കിലും എനിക്ക് തോന്നുന്നു ഭയങ്കര പോസിറ്റീവ് ആണ് വീഡിയോസിലാണെങ്കിൽ. ജിൻസിക്ക് ഭയങ്കര ദേഷ്യം കേട്ടോ. ഇന്നെന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാലൊക്കെ ഓൾക്ക് ഭയങ്കര ദേഷ്യമാവും. അപ്പോൾ ഞാൻ പറയാം അത് പോട്ടെ, വലിയ കാര്യമൊക്കെ ഉണ്ട്. ഇപ്പോൾ ചിലരൊക്കെ ഉണ്ടാവും, ഇപ്പോൾ നമ്മുടെ നാട്ടിലാണെന്നുണ്ടെങ്കിലും ഇപ്പോൾ ചിലപ്പോൾ സ്കൂൾ ഇട്ട സമയത്തൊക്കെ ഉണ്ടാവും. ചിലപ്പോൾ നമ്മളിങ്ങനെ ചിലപ്പോൾ എല്ലാവരോടും നമ്മൾ ചിരിക്കണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു എന്താ പറയുക, നമ്മളെ എല്ലാവരും അറിയുന്നതായിരിക്കും, അല്ലെങ്കിൽ നമ്മളറിയും ആ ഒരു ചിരിക്കായിരിക്കും ചിലപ്പോൾ. അങ്ങനെ ചിലപ്പോൾ ആ ഒരു ചിരിപ്പോൾ ആ ചിരിയോടെ തീർന്ന് ചിലവരും ഇങ്ങോട്ട് ചിരിക്കുകയും ചെയ്യൂല. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മളതിൽ തളരുകയാണ്. പിന്നീട് നമ്മൾ അവരെ നോക്കി ചിരിച്ചില്ലല്ലോ.
പിന്നെ അങ്ങനത്തെ അനുഭവങ്ങളൊക്കെ ഉണ്ട്. നമ്മളെത്രത്തോളം ആ കാര്യം എനിക്ക് നന്നായിട്ട് പറയണമെന്നുണ്ട്. നമ്മൾ എത്രത്തോളം താവണോ അതിനനുസരിച്ച് നമ്മൾ പൊങ്ങിക്കൊണ്ടിരിക്കും. ഞാൻ അങ്ങനെ ചിന്തിക്കുന്ന ആളാണ്. ചിലർക്ക് ഭയങ്കര ഡിമാൻഡായിരിക്കും. പിന്നെ ഞാൻ കാര്യമാക്കില്ല. അങ്ങനെ കുറേ നമുക്ക് വരുന്ന എന്തിതാണെങ്കിലും നമ്മൾ നമ്മുടെ കോൺഫിഡൻസിലും നമ്മുടെ ആ ഒരു സെൽഫ് റെസ്പെക്റ്റിലും ഒക്കെ തന്നെ അതിൽ നിന്നുകൊണ്ട് തന്നെയാണ് ജിൽഷാദ് മുന്നോട്ട്, മറ്റുള്ളവരെ കൺസിഡർ ചെയ്യാതല്ലേ അങ്ങനെ ഒരു. അപ്പോൾ ഈ യൂട്യൂബിലൊക്കെ വരുമ്പോൾ ഇല്ലേ ഈ ഒരു ഇഷ്യൂസ്, അല്ലെങ്കിൽ യൂട്യൂബ് എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ പ്രേക്ഷകരിലേക്ക് പോകുന്ന കോണ്ടന്റ് ആണ്. അപ്പം അങ്ങനെയുള്ള അത്തരത്തിലുള്ള ഒരുപാട് റെസ്പോൺസസ് നമ്മൾ സ്വീകരിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഫീൽഡ് തിരഞ്ഞെടുത്തപ്പം യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങി പബ്ലിക്കിലേക്ക് പോയപ്പോൾ ഈ ഒരു തോട്ട് വന്നോ, ഡബിൾ തോട്ട് ഉണ്ടായിരുന്നോ, എനിക്ക് പറ്റിയതാണോ? അങ്ങനെ എനിക്ക് തോന്നുന്നത് ഇപ്പോഴുള്ള വ്ളോഗേഴ്സിൻ്റെ ഒക്കെ മുമ്പ് എനിക്ക് യൂട്യൂബ് ചാനലുണ്ട്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ദിൽ വോയിസ് വിഷൻ എന്നുള്ള ചാനലാണ് തോന്നുന്നുണ്ട്. ഇപ്പോൾ വ്ളോഗൊക്കെ വരുന്നതിൻ്റെ മുമ്പ് എനിക്ക് യൂട്യൂബ് ചാനലുണ്ട്. ഒരുപാട് കാലം മുമ്പുണ്ട് യൂട്യൂബ് ചാനൽ, ഇൻകം വരുന്ന യൂട്യൂബ് ചാനൽ. അപ്പം അന്ന് മുതൽ നമുക്ക് ബാഡ് കമൻ്റൊക്കെ വന്ന് ശീലിച്ച് നല്ലതും ചീത്തതൊക്കെ വരും. അതിനാണല്ലോ കമൻസ് എന്നുള്ളത് വന്നിട്ടുള്ളത്. അപ്പം അതൊന്നും ഞാൻ മൈൻഡ് ആക്കില്ല. നമ്മളെന്തിനും നമ്മളെ ഇഷ്ടപ്പെടാത്തവർക്ക് വേണ്ടിയിട്ട് നമ്മൾ സമയം കളയണ്. നമ്മളെ ഇഷ്ടപ്പെടുന്ന ഇഷ്ടംപോലെ ആൾക്കാരില്ലേ, അവർക്ക് വേണ്ടി നമ്മൾ സമയം കളയും. ജിൽഷാദ് അപ്പോൾ വളരെ കുട്ടിക്കാലം തൊട്ടേ പാട്ട് പാടുന്നുണ്ട്. അപ്പം എനിക്ക് 4ാം ക്ലാസ്സിൽ തന്നെ പാട്ട് മത്സര വേദികളിലൊക്കെ കയറി എന്നൊക്കെ പറയുന്നു. അപ്പം സ്വയമാണ് പാട്ടിലേക്ക് എത്തിയതും. അപ്പം ഈ ഒരു സമയത്ത്, അതായത് ഇപ്പം കൂടുതൽ ഓപ്പർച്യൂണിറ്റീസിന് വേണ്ടിയിട്ടൊക്കെ ജിൽഷാദ് ശ്രമിച്ചിരുന്നോ? ശ്രമിച്ചിട്ടുണ്ട്. കാരണം നമ്മൾ ചെറുപ്പത്തിൽ ഇപ്പോൾ നമ്മുടെ വൈകുന്നേര സമയങ്ങളിലൊക്കെ ഇങ്ങനെ പാട്ട് കാണുമല്ലോ, ആൽബം പാട്ടുകൾ കാണും പണ്ട്. പിന്നെ ഓരോ ആൽബം പാട്ടുകൾ കാണുമല്ലോ. അപ്പോൾ അതിൻ്റെ അടിയിൽ ഇങ്ങനെ അവർ ചാനലിന്റെ നമ്പറൊക്കെ കൊടുത്തിട്ടുണ്ടാവും. ലോക്കൽ ചാനലിലേക്ക് വിളിക്കൂ, പരസ്യത്തിന് വിളിക്കൂ, അതിന് വിളിക്കുന്നതാണ്. അപ്പോൾ ഞാനൊരു ടൈം എന്ത് ചെയ്തു, അതിക്ക് വിളിച്ചു നോക്കി. അതിന് വിളിച്ചു നോക്കിയിട്ട് ഒരു പാട്ടോടെ അവസരം തരുമോ, എന്തെങ്കിലും പരിപാടിയിൽ അവസരം തരുമെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ അങ്ങനെ അവർ പറഞ്ഞു ഇന്ന ദിവസം വായോ എന്ന് പറഞ്ഞു. അങ്ങനെ നല്ല സെറ്റായിട്ട് എൻ്റെ ഉപ്പൊക്കെ ഭയങ്കര സപ്പോർട്ടാണ്. ഉപ്പയും ഇമ്മയും എൻ്റെ പെങ്ങളും എല്ലാവരും ഭയങ്കര സപ്പോർട്ടാണ്. അപ്പോൾ ഉപ്പാനോടൊക്കെ പറഞ്ഞ് പിന്നെ ഉപ്പ സപ്പോർട്ടെന്ന് പറയാൻ കാരണം അന്ന് ഉപ്പ ഒരു ഗിറ്റാറൊക്കെ മേടിച്ചു തന്നിട്ടുണ്ടായിരുന്നു. ഗിറ്റാറിനെ പഠിപ്പിക്കാൻ വിട്ടിട്ടുണ്ട് 2-3 മാസമൊക്കെ. പിന്നെ അങ്ങനെ അപ്പോൾ നല്ല സപ്പോർട്ടാണ്, അതാണ് പറയാൻ കാരണം. അങ്ങനെ ഉപ്പാനോടൊക്കെ പറഞ്ഞു. ഉപ്പ അയൽവാസികളോടൊക്കെ എല്ലാം അമ്മയും പറഞ്ഞു. ഉമ്മാൻ്റെ വീട്ടിലൊക്കെ വിളിച്ചു പറഞ്ഞു മോനുവിനെ പാടാൻ വിളിച്ചിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞു. എന്നെ മോനുവിനെ വിളിക്കാം, വീട്ടിൽ മോനുവിനെ പാടാൻ വിളിച്ചിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ എല്ലാവരും ഭയങ്കര എക്സൈറ്റ്മെൻറ്റിലായിരുന്നു. അങ്ങനെ ഞങ്ങൾ പോവാണ്, പുതിയ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് അങ്ങനെ സെറ്റായിട്ട്. കാരണം അവസരം ഉണ്ട് എന്ന് പറഞ്ഞിട്ട് വിളിച്ചാണല്ലോ. അങ്ങനെ ഞങ്ങളവിടെ പോയി. ഇപ്പോഴും ഓർമ്മയുണ്ട്, അവിടെ സോഫയിൽ ഇരിക്കാൻ പറഞ്ഞു. ആദ്യം എൻട്രിത്തെ ഒരാളുണ്ടാവുമല്ലോ അവിടെ. അപ്പോൾ ആളവിടെ ഇരിക്കാൻ പറഞ്ഞു. വിളിച്ച ആളെ എപ്പോൾ വിളിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ആൾ വന്നിട്ട് എന്നോട് സംസാരിച്ച്. അങ്ങനെ സംസാരിച്ചപ്പോൾ ഒരു 2-3 സംസാരം കഴിഞ്ഞപ്പോൾ പറഞ്ഞു ഇപ്പം അവസരമില്ല, പിന്നെ ഞാൻ സമയമാകുമ്പോൾ വിളിക്കാമെന്ന് പറഞ്ഞു. അതായത് നമ്മുടെ അവസരം ഉണ്ട് എന്ന് പറഞ്ഞിട്ടാണ് അങ്ങോട്ട് വിളിച്ചു വരുത്തിയത്. അപ്പം എന്നെ കണ്ട് ഇഷ്ടമാവാത്തതുകൊണ്ടാണ് അവരത് എന്നെ ഒഴിവാക്കിയത്. അപ്പം എന്നോട് പറഞ്ഞു ചിലപ്പോൾ നമ്മൾ ഇഷ്ടം ഉണ്ടാവില്ല, ഉണ്ടാക്കാരം. അല്ലെങ്കിൽ ഇപ്പോൾ എന്നെ കൊണ്ട് പാട്ട് പഠിപ്പിച്ചിട്ടില്ല, പാട്ട് പഠിപ്പിച്ചിട്ടാണെങ്കിൽ പാട്ട് പോരായിട്ടാണെന്നെങ്കിലും പറയാനോ. അപ്പോൾ നമ്മളെ ആ ഒരു പരിപാടിക്കുള്ള ഒരു ഫേസ് എനിക്കില്ലാത്തതുകൊണ്ട് ചിലപ്പോൾ എന്നെ ഒഴിവാക്കിയതായിരിക്കും. അല്ലാതെ വേറെ ഒന്നും ഇല്ലല്ലോ, കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. അപ്പം അങ്ങനത്തെ വിഷമമൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതിന് ശേഷം ആ ആള് എൻ്റെ പാട്ടുകളുടെ ലിങ്ക്, അന്നൊന്നും ഞാൻ പാടാൻ തുടങ്ങിയിട്ടില്ല കേട്ടോ, പാട്ടുകളുടെ ലിങ്ക് അയച്ചു തരും അവരെ ചാനലിൽ ഇടാൻ വേണ്ടിയിട്ടാണെന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങോട്ട് കോൺടാക്ട് ചെയ്തിട്ടുണ്ട് ആ ചാനൽ. അപ്പോൾ ഈ ഒരു ചെറിയ പ്രായത്തിൽ തന്നെ ഇതൊരു ട്രോമാറ്റിക് ഒരു സിറ്റുവേഷൻ ആണ് ഇപ്പോൾ പറഞ്ഞപ്പോഴാണെങ്കിലും ചെന്നതിന് ശേഷം. അപ്പം ഇത് ഏതെങ്കിലും രീതിയിൽ പിന്നീട് പാട്ടുകളെയോ അല്ലെങ്കിൽ ആ ഒരു സമയത്ത് പാട്ടിലേക്ക് പോകുന്നതിനെയോ എഫക്ട് ചെയ്തിരുന്നോ? അതായത് അത് ഞാൻ പറഞ്ഞ കാരണം ഇപ്പോൾ +1 എന്നൊക്കെ എൻ്റെ ഒരു ആൽബം ഇറങ്ങിയിട്ടുണ്ട്. ഒരു ഉമ്മയെ കണ്ടു ഞാൻ ഒരു വൃദ്ധസദനമിൽ നിന്ന്, ആ ഉമ്മയോട് ചോദിച്ചു തൻ മക്കളെല്ലാരും എവിടെ, കൈമലർത്തിക്കൊണ്ട് പറയുന്നു എനിക്കാരുമില്ല മോനെ എന്നിട്ടൊരു പാട്ട്. ഒരു വൃദ്ധസദനത്തിലൊരു ശാരദമ്മനെ അറിയോ, ഇപ്പം അടുത്ത് മരണപ്പെട്ടില്ലേ കോഴിക്കോട് ശാരദ, അവരും ഞാനും കൂടി അഭിനയിച്ചായിരുന്നു. ഈ പാട്ട് ഞാൻ എഴുതിയ കേട്ടോ. എനിക്ക് ഇതാണ് അന്നൊക്കെ ഇങ്ങനെ എഴുതിയായിരുന്നു. ഇപ്പോൾ ഒന്നും കൂടി നല്ല അടിപൊളിയായിട്ട് എഴുതുന്നുണ്ട്. അപ്പോൾ എഴുതാൻ വയ്ക്കില്ല എന്ന് പറയുന്നത് അതാ. ഞാനും ശാരദ ചേച്ചി അമ്മയും കൂടി അഭിനയിച്ചായിരുന്നു. അപ്പോൾ ഈ അടുത്ത കാലത്താണ് അമ്മ മരണപ്പെട്ടത്. എനിക്കൊന്നു വളരെ ചെറുപ്പത്തിൽ ഇറങ്ങിയ എല്ലാ ആൽബംസിലും ജിൽഷാദ് തന്നെ ആയിരുന്നു എഴുതിയിരുന്നത്. പിന്നെ ഇങ്ങോട്ട് വന്നപ്പോൾ എന്താണ് എഴുത്തിനൊന്ന് മാറ്റി നിർത്തിയത്? അത് എന്തുകൊണ്ടും നമ്മൾ കാലം അങ്ങനെ മാറിയല്ലോ. മീൻസ് നല്ല നല്ല പാട്ടുകൾ ആൾക്കാർ സ്വീകരിക്കും. ഇപ്പോൾ ട്രോളിലൊക്കെ ചിലപ്പോൾ എൻ്റെ പണ്ടത്തെ പാട്ട് കേട്ടിട്ടുണ്ടാവും. എൻ്റെ ഉമ്മാക്കൊരു മരുമോൾ വേണം, എന്നിത്താക്കൊരു നാത്തൂൻ വേണം, എനിക്കൊരു ഭാര്യ വേണം ആരും, അങ്ങനത്തെ പാട്ടൊക്കെ.
അതൊക്കെ അന്നത്തെ കാലത്ത് അങ്ങനെയൊക്കെ ആയിരുന്നു. ഇപ്പോൾ ചേഞ്ച് വന്നു, അതുകൊണ്ട് ആൾക്കാർ കൂടുതൽ നമ്മളെ പാട്ട് ഇഷ്ടപ്പെടുന്നു. അന്നും ഇഷ്ടപ്പെട്ട ആൾക്കാരുണ്ടാവും. ഇപ്പൊ പറഞ്ഞ പാട്ടാണെങ്കിലും എൻ്റെ ഉമ്മാക്കൊരു മരുമോൾ വേണം, എനിക്കൊരു ഭാര്യ വേണം, പണ്ട് പാടി നടന്ന പാട്ടാണ്. അപ്പൊ ഇപ്പൊ അച്ഛനാവാൻ പോവുകയാണ്. അപ്പം അച്ഛൻ ഇത്ര യങ് ആയിട്ടുള്ളൊരു ആളാണ്, അപ്പം അച്ഛനാവാൻ പോവുകയാണ്. ഇപ്പം മെന്റലി പ്രിപ്പയർഡ് ആണോ, എങ്ങനെയാണ് അച്ഛനാവാൻ പോകുന്ന ആ ഒരു കാര്യങ്ങളെ പറ്റിയൊക്കെ ആലോചിക്കുന്നത്? പ്രിപ്പയർഡ് ആണ്. അതായത് എന്താ പറയാ, എന്തൊരു ടെൻഷൻ പോലെ. അല്ല, ടെൻഷൻ അല്ല, കിട്ടാൻ വേണ്ടി വെയിറ്റ് ചെയ്യാണ്. കാരണം ഞാനും ജിൻസി ആണെങ്കിലൊക്കെ 2 മാസം, ഇനിയിപ്പോ 2-2.5 അങ്ങനെയൊക്കെയല്ലേ സമയമുള്ളൂ. അപ്പൊ അതിന് വേണ്ടി ഇങ്ങനെ എണ്ണി കുത്തിരിക്കുകയാണ്. അങ്ങനെ ഹോസ്പിറ്റലും കാര്യങ്ങളും. ഡേറ്റ് ഒക്കെ കിട്ടി? ഏതാണ് ഡേറ്റ് എന്നൊക്കെ ഉള്ളത്? ഡേറ്റ് കിട്ടിയിട്ടില്ല. ഡേറ്റ് ഇപ്പൊ ഈ 14-ാം തീയതി 17-ാം തീയതി ആയിട്ട് കാണിക്കണം. അടുത്ത നെക്സ്റ്റ് ഈ മന്ത്. അപ്പൊ കാണിച്ച ഡേറ്റോ കിട്ടും. നല്ല ടെൻഷനിലാണെന്ന് തോന്നുന്നു. അല്ല, ടെൻഷൻ അല്ല, കുഴപ്പമൊന്നും ഇല്ലാതെ കിട്ടിയത്. ഇപ്പൊ എല്ലാവരും കമന്റ്സിലൊക്കെ എല്ലാവരും പറയുന്നുണ്ട് എന്റെ ഇന്നത്തെ കണ്ടന്റ് കഥ. അതായത് ആൺകുട്ടിയായിരിക്കും ചിലവർ പറയുന്നുണ്ട്, ജിൽഷാദ് ഗ്ലാമർ വെച്ചിക്കണു, അപ്പൊ പെൺകുട്ടിയായിരിക്കും എന്നൊക്കെ പറയുന്നുണ്ട്. അതൊക്കെ പിന്നെ ജിൻസി ഗ്ലാമർ വെച്ചിക്കണു, പെൺകുട്ടിയായിരിക്കും, പിന്നെ അങ്ങനൊക്കെ പറയും. എല്ലാരും പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. ആരാണ് ജിൽഷാദിന് നമുക്കൊക്കെ ഒരു ആഗ്രഹം ഉണ്ടാവില്ലേ, പെൺകുട്ടിയാവണം അല്ലെങ്കിൽ ആൺകുട്ടിയാവണം, അങ്ങനെ എന്തെങ്കിലും ആഗ്രഹം? ഞങ്ങൾക്കില്ല. പക്ഷെ എന്റെ പെങ്ങള് ജംഷീല എന്ന് പറയട്ടോ. ഉമ്മാന്റെ പേര് റുക്കിയ, ഉപ്പാന്റെ പേര് സലാം, പിന്നെ 2 കുട്ടികൾ മുഷ്ഫി മുസ്താഖ്. അപ്പൊ മുഷ്ഫി മുസ്താഖും പെങ്ങൾക്കും പിന്നെ പെൺകുട്ടിയാണെങ്കിൽ കുഴപ്പമില്ല. അതായത് ഓൾക്ക് പെൺകുട്ടികളില്ല, മീൻസ് അവള് സ്റ്റോപ്പ് ആക്കിയതാണ്. അപ്പൊ പെൺകുട്ടികള, അപ്പൊ പിന്നെ ഒന്നും കൂടെ ആയപ്പോ പിന്നെ കുഴപ്പമില്ല എന്ന് പറയും. അതെന്നാ ആൺകുട്ടിയാണെങ്കിലും കുഴപ്പമില്ല. പിന്നെ ഉമ്മ പറഞ്ഞത് ഇപ്പൊ വ്ളോഗിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഏത് കുട്ടിയാണെന്നാലും കുഴപ്പമില്ല, എന്നാലും എല്ലാവർക്കും ഒരു പെൺകുട്ടി എന്നൊക്കെ പറയുമ്പോ ഒരു അത്ര പെൺകുട്ടിയാണ് ഇവിടെ എല്ലാരും പ്രതീക്ഷിച്ചിരിക്കുന്നത്. പക്ഷെ എനിക്കും ജിൻസിക്കും അങ്ങനൊന്നുമില്ല. ആൺകുട്ടിയാണെന്നുണ്ടെങ്കിലും അടിപൊളിയായിട്ട് സെറ്റ് ആവും, പെൺകുട്ടിയാണെങ്കിലും സെറ്റ് ആവും, അത്രേ ഉള്ളൂ. ഇവ ഈ ഭാര്യമാർക്കൊക്കെ, അതായത് ഭർത്താവ് അച്ഛനാവാൻ പോകുന്ന ആ ഒരു മൊമെന്റ് വന്ന് പറയുന്നത് ഭയങ്കര പ്രഷ്യസ് ആയിട്ടൊരു മൊമെന്റ് ആണ്. അപ്പൊ എങ്ങനെയാണ് ജിൻസി ഈ കാര്യം ജിൽഷാദിന്റെ അടുത്ത് വന്ന് പറയുന്നത്? ആ ഒരു മൊമെന്റ് എങ്ങനെയായിരുന്നു അന്നത്തെ? പ്രഗ്നൻസി റിവീൽ ചെയ്യുന്നത്, അതായത് ജിൽഷാദിന്റെ അടുത്ത് വന്നിട്ട് പ്രഗ്നന്റ് ആണെന്ന് പറയുന്ന ആ ഒരു മൊമെന്റ് ഉണ്ടല്ലോ, ഭയങ്കര സങ്കടത്തോടെ പറഞ്ഞിരുന്നത്. കാരണം ഞങ്ങൾ ഡ്രസ് കടയിൽ നിൽക്കായിരുന്നു. അപ്പൊ അവൾക്ക് എന്തോ വയ്യായിട്ട് എന്തോ ടെസ്റ്റ് ചെയ്യാൻ കൊടുത്തു, അങ്ങനെയുള്ളത് കിട്ടുക. അപ്പൊ അന്ന് അവള് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഭയങ്കര സന്തോഷത്തോടെ എല്ലാവരും ഉണ്ടായിരുന്നു, ഫാമിലി മൊത്തം ഉണ്ടായിരുന്നു. അങ്ങനെ പറഞ്ഞു, നല്ല സങ്കടത്തോടെ തന്നെ പറഞ്ഞു, മീൻസ് ആനന്ദ കണ്ണീരോടെ പറഞ്ഞിരുന്നു. നല്ല രസമായിട്ട് തന്നെ പറഞ്ഞു. നല്ല രസമായിട്ട് തന്നെ പറഞ്ഞു. ഇത് കേട്ടപ്പോൾ ഉള്ള ആ ഒരു മൊമെന്റ് എങ്ങനെയായിരുന്നു? ഫസ്റ്റ് റിയാക്ഷൻ എന്തായിരുന്നു? കേട്ടപ്പോ എന്താ, നമ്മളെ അച്ഛനാവല്ലേ, ഇത് ഭയങ്കര സന്തോഷമായിരുന്നു. നമുക്ക് പറയാൻ കഴിയണില്ല, എനിക്ക് അത്ര സന്തോഷമായിരുന്നു. ജിൻസിക്ക് വേണ്ടിയിട്ട് പാട്ട് എഴുതിയിട്ടുണ്ട്. ജിൻസി വരുന്നതിന് മുന്നേ തന്നെ ഇപ്പൊ പ്രണയത്തെ പറ്റിയാണെങ്കിൽ അങ്ങനെ ഒരുപാട് പാട്ടുകൾ എഴുതിയിട്ടുണ്ട്. ഉമ്മയ്ക്ക് വേണ്ടിയിട്ട് ഉമ്മയും കുറെ പെൺകുട്ടികളുണ്ടല്ലോ, അപ്പൊ പിന്നെ എല്ലാവർക്കും വേണ്ടി പാട്ട് എഴുതിയിട്ടുണ്ടായിരുന്നു. ജിൻസി വരുന്നതിന് മുന്നുള്ള കാമുകിമാർക്കും എല്ലാം പാട്ടുകൾ, ഞാൻ ആരെ കണ്ടാലും പാട്ട് ഉടനെ എഴുതുന്ന ആളാണ്. അങ്ങനെയല്ല, എന്നാലും അന്നൊക്കെ പാട്ട് അങ്ങനെ എന്തെങ്കിലും കാവ്യം വരണ്ടേ, അത് അന്നുള്ള ഒരു സമയം അങ്ങനെയൊക്കെ ആയിരുന്നു. സ്കൂളിൽ പോകുമ്പോ ഇപ്പോഴും ഓർമ്മയുണ്ട്, 7ാം ക്ലാസ് എന്ന് പറയുമ്പോൾ ഞാൻ ഷൂ ഒക്കെ ഇവിടുന്ന് വാടകയ്ക്ക് മേടിച്ചിട്ടേക്ക് പോവാ. വാടകയ്ക്ക് പറഞ്ഞാൽ തുണക്കാരൻ്റെ ഒക്കെ മേടിച്ചിട്ടേക്ക് പോവാ ഷൂ, ഓരോരുത്തരെ കാണാനും. പക്ഷെ എന്നാർക്കും ഇഷ്ടമുണ്ടായിരുന്നില്ല കേട്ടോ, ഞാൻ നല്ല കറുത്തിട്ട്, ഇപ്പോഴും അങ്ങനെ തന്നെ കേട്ടോ, അങ്ങനെയല്ല, നല്ല കറുത്തിട്ട് എന്നാരും മൈൻഡാക്കൊന്നുമില്ല, എന്നാലും ഒരു രസം. ഞാൻ പാട്ടൊക്കെ പാടിയായിരുന്നു. പാട്ടൊക്കെ പാടിയിരുന്നു. പാട്ടൊക്കെ പാടാൻ എല്ലാവരും കേൾക്കുന്നുണ്ടാവും, പക്ഷെ എന്നാർക്കും ഇഷ്ടമുണ്ടായിരുന്നില്ല. അല്ല, അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ട് കുറെ. പക്ഷെ എനിക്ക് തോന്നുന്നു കോളേജിലൊക്കെ സിംഗേഴ്സിന് കിട്ടുന്ന ഒരു പ്രിവിലേജ് എന്ന് പറഞ്ഞാൽ വേറെ ലെവലാണ്. കാരണം പാട്ട് പാടാൻ അറിയാമെങ്കിൽ പെൺപിള്ളേരെല്ലാം അവരുടെ പുറകെയാണ്. അതൊരു വല്ലാത്തൊരു കഴിവ് തന്നെയാണെന്നൊക്കെയാണ് കോളേജിലുള്ള എല്ലാ പെൺപിള്ളേരും അല്ലെങ്കിൽ പറയുന്നത്. പാട്ടുകാരനാണെങ്കിൽ സെറ്റാണ്. അപ്പോൾ അങ്ങനെ ഒരു ഇത് കോളേജിൽ ഞാൻ പിന്നെ ഫസ്റ്റ് ഇയർ മാത്രമേ പോയിട്ടുള്ളൂ, പിന്നെ നിർത്തിയാണ്. എന്തുപറ്റി? അങ്ങനെ പിന്നെ പാട്ടിന്റെ രീതിയിൽ ഫുള്ളായതുകൊണ്ട് പിന്നെ അങ്ങനെ നിർത്തി. കോളേജ് ലൈഫ് എനിക്ക് അങ്ങനെ കിട്ടിയിട്ടില്ല. സ്കൂളത്തെ ലൈഫാണ് ഞാൻ പറഞ്ഞത്. സ്കൂളിൽ അങ്ങനെ കുറെ അനുഭവങ്ങൾ ഉണ്ടായിട്ട് നമ്മളാർക്കും പറ്റുന്നില്ല. അപ്പൊ ഇത്രയും പെൺപിള്ളേരുടെ പുറകെ ഇങ്ങനെ കറങ്ങി നടന്നു, അതിനുശേഷം നമ്മുടെ ജിൻസിയിലേക്ക് എത്തിയല്ലോ. കറങ്ങി നടന്നില്ല കേട്ടോ, ഇതൊക്കെ ഓള് കേട്ടോ ആകെ പ്രശ്നമാവും. ഞാൻ കറങ്ങി നടന്നില്ല. കാരണം എന്താ അറിയോ, ചെറുപ്പം മുതൽ തന്നെ നമ്മള് പിന്നെ ഇങ്ങനെ എന്താ പറയാ. അല്ല, ഞാൻ ചോദിക്കാം, അതായത് ജിൻസിയിലേക്ക് എത്തിയല്ലോ, ആ പോയിന്റിന് മുന്നേ എത്ര പ്രണയങ്ങൾ ഉണ്ടായിരുന്നു? അല്ല അങ്ങനെയല്ല, അങ്ങനെ ഉണ്ടായിട്ടൊക്കെ ഉണ്ടാവും. എന്താ വെച്ച് കഴിഞ്ഞാൽ അതാ ഞാൻ പറയാൻ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇന്നാർക്കും ഇഷ്ടമല്ല, എനിക്ക് അങ്ങോട്ട് എല്ലാവരും ഇഷ്ടപ്പെട്ടൂടെ, അതിനിപ്പോ ആരും പ്രശ്നമില്ലല്ലോ. അപ്പൊ അങ്ങനെ കുറെ ഉണ്ടാവില്ലേ. അങ്ങനെ ലൈസൻസ് എടുത്തേക്ക് എന്നെ ആരും ഇഷ്ടപ്പെടണ്ട, പക്ഷെ എനിക്കൊരു അങ്ങനെ കറങ്ങാൻ പോയിട്ടൊന്നുമില്ല. അത് എന്റെ ലൈഫിൽ സത്യമായിട്ടും കറങ്ങാൻ പോയിട്ടില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാല്
ചെറുപ്പം മുതൽ തന്നെ അത്യാവശ്യം അറിയപ്പെട്ടിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ലേ പാട്ടൊക്കെ പാടിയിട്ട്. പിന്നെ ആരെങ്കിലും കണ്ടു കഴിഞ്ഞാൽ നമ്മൾ അങ്ങനെ ചിത്രീകരിക്കും. നമ്മളെ തിരിച്ചറിയാൻ തുടങ്ങി വളരെ ചെറുപ്പത്തിൽ തന്നെ ആൾക്കാരൊക്കെ തിരിച്ചറിഞ്ഞു തുടങ്ങിയതുകൊണ്ട് എനിക്ക് അങ്ങനെ കറങ്ങി നടക്കാൻ പറ്റിയില്ല. അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. നമ്മള് ലവ് ലെറ്റർ കൊടുത്തൊക്കെ ഓർമ്മയുണ്ട്. പിന്നെ ആരെങ്കിലും ഇപ്പൊ നാട്ടിൽ തന്നെ ഒരു പ്രണയം ഉണ്ടായിരുന്നു. അപ്പോൾ എന്തെങ്കിലുമൊക്കെ പറയണ്ടെങ്കിലൊക്കെ ഓലെ ബസ്സിത്തെ കിളീനോ എൻ്റെ ഫ്രണ്ട് ആയിരുന്നു. അപ്പോൾ ഓരോട് പറഞ്ഞ് സെറ്റാക്കുക അങ്ങനെയൊക്കെ ഉള്ളു. അല്ലാതെ കറങ്ങടക്കോ അങ്ങനെ. എനിക്കിപ്പോൾ ഓർമ്മ വന്നു മറ്റേ ബസ് കണ്ടക്ടർ സിനിമയാണ്. ഈ പാട്ടൊന്ന് പ്ലേ ചെയ്തെന്ന് പറഞ്ഞ് കൊണ്ടുപോയി കൊടുക്കുന്ന സീൻ അതുപോലൊക്കെ ആയിരുന്നോ? ശരിയാ. അങ്ങനെ അത് നമ്മളിങ്ങനെ പറഞ്ഞു കൊടുക്കുക പോലെ അങ്ങനെ ചെന്ന് പറയാം. എന്നിട്ട് വൈകുന്നേരത്ത് ഇങ്ങനെ സമയം ഇങ്ങനെ വെയിറ്റ് ചെയ്ത് കേടാ എന്താ റിപ്ലൈ ഓന്ന് പറയും ഒരു റിപ്ലൈ ഇല്ല എന്ന് പറയും. ജിൻസിനെ എങ്ങനെയാണ് കണ്ടുമുട്ടിയത്? നിങ്ങളുടെ പ്രണയ വിവാഹമായിരുന്നു? എങ്ങനെയായിരുന്നു? ജിൻസിനെ കണ്ടുമുട്ടിയത് ഞാന് പിന്നെ വ്ളോഗിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതായത് ഒരു ബർത്ത്ഡേ സോങ് പാടാൻ വേണ്ടിയിട്ട് ഒരു മെസ്സേജ് അയച്ചായിരുന്നു. അങ്ങനെ ബർത്ത്ഡേ സോങ് പാടി കൊടുത്ത് അതിന് ശേഷം അവര് എന്നോട് മെസ്സേജ് അയച്ചു. പിന്നെ പാട്ട് അടിപൊളിക്ക് പറഞ്ഞ മെസ്സേജ് ഒക്കെ അയച്ച് അങ്ങനെ എൻ്റെ സ്റ്റുഡിയോന്റെ വാർഷികം നടക്കുകയാണ്. റെക്കോർഡിംഗ് സ്റ്റുഡിയോന്റെ വാർഷികം നടക്കും. അപ്പോൾ നോർമലി നമ്മളെല്ലാവരും ഉണ്ട്, വാട്സപ്പിൽ എല്ലാവരും ഉണ്ട്. അപ്പോൾ എല്ലാവർക്കും ക്ഷണക്കത്ത് അയച്ചു കൊടുക്കുന്നുണ്ട്. ഓളപ്പാക്കും അയച്ചു കൊടുത്തു വരണം എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അന്ന് പോലെ പിന്നെ ബാംഗ്ലൂരായിരുന്നു. അപ്പോൾ ബാംഗ്ലൂരിൽ നിന്ന് വരാൻ പറ്റൂലല്ലോ. അപ്പോൾ പറഞ്ഞതിനോട് പിന്നെ നിങ്ങൾ ഈ ഭാഗത്തൊക്കെ വരുമ്പോൾ വിളിക്കും എന്നൊക്കെ പറഞ്ഞു. ആയിക്കോട്ടെ എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ പാറപ്പള്ളി അറിയോ, കൊയിലാണ്ടി അടുത്ത് പാറപ്പള്ളി, അവിടെ ഞങ്ങൾ ഫാമിലി എല്ലാവരും പോയി. ഉപ്പ ഉണ്ടായിരുന്നില്ല, ബാക്കി എല്ലാവരും ഉണ്ടായിരുന്നു. അങ്ങനെ ഓള് ഫർദ കിട്ടണമെന്നുണ്ടായിരുന്നു. അങ്ങനെ ഓളുണ്ടായിരുന്നു, ഓളെ ഉപ്പ ഉണ്ടായിരുന്നു. അതിന് മുമ്പ് ഓളെ ഫർദ ഇട്ടുള്ള ഫോട്ടോ ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ എന്ത് ചെയ്ത് ഇങ്ങനെ അന്ന് ഒരുമിച്ച് കൂടണല്ലോ എല്ലാവരും. അന്ന് പോയത് തന്നെ ആ കാണാൻ വേണ്ടിട്ടാണ്. അപ്പൊ ഓളുണ്ടായിരുന്നു, ഓളെ ആങ്ങളുണ്ടായിരുന്നു, 2 ആങ്ങളമാരുണ്ടായിരുന്നു, ഉപ്പ ഉണ്ടായിരുന്നു, ഉമ്മ ഉണ്ടായിരുന്നു, എല്ലാവരും ഉണ്ടായിരുന്നു. അങ്ങനെ അവിടുന്ന് കണ്ടിക്ക് എനിക്കിഷ്ടമായി. പിന്നെ എല്ലാവർക്കും ഇഷ്ടമായി. ഞാൻ എൻ്റെ വീട്ടുകാരുടെ ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. ഓളപ്പാനോട് പിന്നെ ഓളപ്പാൻ്റെ നമ്പർ എൻ്റെ ഉപ്പാക്ക് കൊടുത്തിട്ട് ചോദിപ്പിച്ചപ്പോൾ ഓളപ്പ പറഞ്ഞ് പിന്നെ ഇല്ല 18 വയസ്സായിട്ടില്ല എന്ന് പറഞ്ഞു. 18 വയസ്സായിട്ടില്ല ഇല്ല വയസ്സായിട്ടില്ല എന്ന് പറഞ്ഞു. വയസ്സായിട്ടില്ല നൈസായിട്ട് ഒഴിവാക്കിന്നെ. അപ്പൊ ഓക്കെ എന്നുണ്ട്. അപ്പൊ പിന്നെ ഞങ്ങള് ചോദിച്ചു എന്നുള്ള ഓൾക്ക് അറിഞ്ഞല്ലോ. പിന്നെ ഇൻസ്റ്റാഗ്രാമിൽ ചാറ്റിംഗ് ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഏകദേശം 18 ആകാറായപ്പോൾ ചോദിച്ചപ്പോൾ ഞാൻ പിന്നെയും ചോദിച്ചു. അപ്പോൾ ചോദിച്ചപ്പോൾ എന്നാ പിന്നെ കാണാൻ വന്നോളൂ എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ കാണാൻ പോയി. അങ്ങനെ എൻഗേജ്മെന്റ് കഴിഞ്ഞ് പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ കല്യാണം കഴിഞ്ഞു. അതുപോലെ തന്നെ ഇടയ്ക്ക് പറഞ്ഞിരുന്നു ഒരു ബർത്ത്ഡേ സോങ് പാടാൻ വേണ്ടിയിട്ടാണ്. ആ പാട്ട് ഏതാണ്? ആ പാട്ട് എനിക്കറിയാം, പക്ഷെ അത് ഓർമ്മ കിട്ടൂല. അതായത് മീൻസ് ഈ ബർത്ത്ഡേ സോങ്സ് എന്നൊക്കെ പറയുമ്പോ എന്റെ എടുത്ത് വെച്ചിട്ടുണ്ട് ഞാന്. ജിൻസിക്ക് വേണ്ടിട്ട് ആദ്യമായിട്ട് എഴുതിയൊരു പാട്ട് ഏതായിരുന്നു? ജിൻസിക്ക് വേണ്ടിട്ട് ജിൻസിക്ക് വേണ്ടിട്ട് ഞാനൊരു പാട്ട് എഴുതിയിട്ടുണ്ടായിരുന്നു. ഇന്നെന്റെ ജീവനില് അന്നിൽ തന്നവള് ഇഷ്കിന്റെ കൂട്ടിവള്, അങ്ങനെ ഒരു പാട്ട്. അതായത് പുറത്തിറക്കിയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. ജസ്റ്റ് കുറച്ച് 5-8 പേര് മാത്രമേ എഴുതിയിട്ടുണ്ടായിരുന്നു. ജിൻസിക്ക് വേണ്ടിട്ട് ജസ്റ്റ് അതായത് അതൊരു എൻഗേജ്മെന്റ് സമയത്തൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ പുറത്തിട്ടുണ്ടായിരുന്നു. അത് സോങ് ആയിട്ട് പുറത്തിട്ടിട്ടൊന്നുമില്ല. വെറുതെ എനിക്ക് എഴുതാനുള്ള കഴിവൊന്നുമില്ല കേട്ടോ. അത് അപ്പൊ ചോദിച്ചോണ്ട് ഞാൻ പാടി തന്നു. എനിക്ക് എഴുതാനുള്ള കഴിവൊന്നുമില്ല. എഴുതാന്നുണ്ടെങ്കിലൊക്കെ നല്ലോണം ബുക്കൊക്കെ വായിക്കണം. പക്ഷെ എഴുതിയ പാട്ടുകളൊക്കെ ആണെങ്കിൽ ഇപ്പൊ റിലീസായ പാട്ടുകൾ ഉണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു ഇപ്പം ട്രെൻഡിങ്ങിൽ ഒരു പാട്ട് നിൽക്കുന്നുണ്ട് ജിൽഷാദിന്റെ. എനിക്ക് തോന്നുന്നു ആ പാട്ട് ഇത്രയധികം, അതായത് പ്രണയമഴ നിറച്ചൊരു പാട്ടായിരുന്നു, ചിരിതേ നമ്പിളി എന്ന് പറഞ്ഞിട്ട്. അതെ ആ പാട്ട്, അതായത് ജിൽഷാദിന്റെ വോയിസ് ആണെങ്കിലും അത്ര മെൽറ്റിംഗ് സൂത്തിങ് വോയിസ് ആയിരുന്നു. അപ്പൊ ജസ്റ്റ് നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിട്ട് ആ ഒരു പാട്ട്. ചിരിതേ നമ്പിളി മുഖമാണ് അവളിന്നാമ്പലിനഴകാണ്, മിഴികൾ 2 ഇതളതിലെന്നെ കനിയായി കാത്തതും അവളാണ്, പൂക്കും കായ്കളെനിക്കായി മാത്രമൊരുക്കും രാവുകളെ തിരയാം, നോക്കും വാക്കുമെനിക്കായി കൽബ് പിടക്കും പെണ്ണിവളെ പിരിയാൻ, ഉള്ളുലയാതകമേ ഉണരും പുലർമഞ്ഞിന്നാരാമം, മുല്ലമലർ തളിരിട്ട കരളതിലാണെൻ്റെ സ്നേഹം. ഈ പാട്ട് നല്ല രീതിയിൽ ട്രെൻഡിങ്ങിലാണ് ഈ ഒരു സോങ് നിൽക്കുന്നത്. അപ്പൊ ഇതിന്റെ റെസ്പോൺസസ് ഒക്കെ എങ്ങനെയാണ് ഇപ്പൊ വരുന്നത്? അടിപൊളിയാണ്. എല്ലാവരും നല്ല റെസ്പോൺസ് ആണ്. കാരണം കുറെ റീൽസ് ഒക്കെ കയറി ട്രെൻഡിങ് ആയതുകൊണ്ട് തന്നെ ഇപ്പൊ തന്നെ ഏകദേശം ഒരു 1 വീക്ക് ആയപ്പോൾ തന്നെ
1000 സംതിങ്ങിന്റെ മുകളിൽ റീൽസും കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ട്. എല്ലാവരും നല്ല അഭിപ്രായം, ഭയങ്കര സന്തോഷമാണ്. കാരണം നമ്മൾ ഇഷ്ടപ്പെടുന്നവരാണല്ലോ റീൽസും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് കൂടുതലും. അപ്പോൾ അവരൊക്കെ ഇങ്ങനെ മെൻഷൻ ചെയ്യുമ്പോഴും ഒക്കെ ഭയങ്കര സന്തോഷം. അപ്പൊ ഞാൻ ചോദിച്ചു വന്നത്, ഇനി അതായത് നമ്മുടെ ഫ്യൂച്ചർ ഒരു ബേബി വരാൻ പോകുന്നു, അപ്പൊ ബേബിക്ക് വേണ്ടിയിട്ട് ഏതെങ്കിലും പാട്ട് ഇപ്പോഴേ എഴുതി വെച്ചിട്ടുണ്ടോ? പാട്ട് എഴുതി വെച്ചിട്ടൊന്നുമില്ല. ഞാൻ പാട്ട് എഴുതലില്ല. ഇനി മുതൽ എന്തായാലും ഞാൻ പാട്ട് എഴുതൂല. എനിക്ക് പാട്ട് എഴുതാനുള്ള കഴിവില്ല. പുതിയ പാട്ട് ആ സമയത്ത് ചെയ്യണം. ഞങ്ങൾ 3-4 പാട്ടൊക്കെ ഒരു അടിപൊളി പാട്ടൊക്കെ ആയിട്ട് സെറ്റ് ചെയ്യണം. അങ്ങനെയൊക്കെ ചെയ്യണം. 3 ആളെയും കൂടെ ഇങ്ങനെ ഓർക്കുമ്പം തോന്നുന്ന ഒരു പാട്ട് ഏതാണ്? മകൾ സമ്മാനം എന്തു തരാം മേലെ ചന്ദനിലാക്കിണ്ണം കുനുകുനു ചെറുമറുകിൽ ചാർത്താം ചന്ദനം പൊന്നിൻ പാദസരങ്ങൾ പണിഞ്ഞു തരുന്നത് തൂമിന്നൽ തട്ടാം. നല്ല രസമുണ്ടായിരുന്നു ഇത് കേട്ടിരിക്കാൻ വേണ്ടി. ഈ വീട്ടിലാണെങ്കിലും എപ്പോഴും പാട്ടുകളൊക്കെ ആയിരിക്കുമോ ജിൽഷാദിന്റെ? ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ ഫാമിലി സപ്പോർട്ടാണ്. അതുകൊണ്ട് പിന്നെ പാട്ട് തന്നെ ആയിരിക്കും. ജിൻസിയും പാട്ട് പാടും അല്ലേ? എനിക്ക് അങ്ങനെ പാടുന്നില്ല. എനിക്ക് മൂളിപ്പാട്ടൊക്കെ പാടുള്ളൂ. നല്ല താല്പര്യമൊക്കെ ഉണ്ട്. പക്ഷെ ഞാൻ ജിൻസിയുടെ ഒരു പാട്ട് ഇങ്ങനെ അഭിനയിക്കണം എന്നൊക്കെ ഉണ്ട്. അത് പിന്നെ ഇനി ഇപ്പോഴേ പറ്റൂല, ഇനി കുറച്ച് കഴിഞ്ഞിട്ടൊക്കെ. വാവയൊക്കെ വന്നതിന് ശേഷം നമ്മൾ അങ്ങനെ ഒരു വീഡിയോ ഒക്കെ ഇടുന്നതാണ്. അതുപോലെ ഒരു കാര്യം ചോദിക്കാൻ മറന്നുപോയി. കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ കണ്ടപ്പോഴാണ് ജിൻസി ഒരു തോക്കൊക്കെ പിടിച്ച് നിൽക്കുന്ന ഒരു വീഡിയോ കണ്ടു. ശരിക്കും ആ തോക്ക് ഒറിജിനൽ ആയിരുന്നോ? എന്തായിരുന്നു അത്? തോക്ക് ഒറിജിനൽ എന്ന് വെച്ച് കഴിഞ്ഞാല് മറ്റേ ഒറിജിനൽ എന്ന് പറഞ്ഞാല് അങ്ങനത്തെ തോക്കല്ല. ഇത് വെച്ച് കഴിഞ്ഞാല് വെടി വെച്ച് കഴിഞ്ഞാൽ മരിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇതിലൊക്കെ തറച്ചു കയറും. കാരണം ലൈസൻസ് അതിൻ്റെ ഒരു ലൈസൻസ് ഉണ്ട്. നമ്മൾ ആധാർ കാർഡും ലൈസൻസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് അതിൻ്റെ ഒരു ലൈസൻസ് ഒക്കെ ഉണ്ട്. പുറത്തൊക്കെ പോകുമ്പോഴൊക്കെ അങ്ങനെ പുറത്ത് കാണിക്കാനൊന്നും പറ്റൂല. ആ തോക്ക് എന്തിനാണ്? ഞാൻ ഇവിടെ വന്നപ്പോഴും കണ്ടു. എന്തിനു വേണ്ടി? അതെ, തോക്ക് ഇവിടെ ഉണ്ട്. ഞാൻ വന്നപ്പോ തന്നെ തോക്കിലേക്കൊക്കെയാണ് എന്റെ കണ്ടുപോയത്. ഒരു വെടിക്ക് തന്നെ തീരുമെന്നൊക്കെ. അപ്പൊ എന്താണ്, പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടാണോ ഈ തോക്ക് ഇവിടെ ഇങ്ങനെ? അല്ല, പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടൊന്നുമല്ല. എനിക്ക് ഭയങ്കര ഞാൻ ചെറിയൊരു തോക്ക മേടിക്കാൻ ഞാൻ പോയത്. അപ്പൊ അത് 3 ലക്ഷം എന്നൊക്കെ പറഞ്ഞപ്പോ പിന്നെ ഇപ്പൊ വേണ്ടാന്ന് വിചാരിച്ചു. അപ്പൊ പിന്നെ ഞാൻ ഇതെടുത്തതെന്ന് പറഞ്ഞാല് ഇതും അടിപൊളിയാ. ഇതും ഒരു ഇരുമ്പിന്റെ ഇതൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ, പൈപ്പൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിലൊക്കെ തുളച്ചു പോകും. അപ്പൊ ആ തുളച്ച് കയറണമെന്നുണ്ടെങ്കിൽ നമ്മളവിടെ വെച്ച് കഴിഞ്ഞാൽ എങ്ങനെ ആയിരിക്കും? അപ്പൊ അങ്ങനെ വെക്കാൻ പറ്റൂല കേട്ടോ. നീ പോലീസൊന്നും വിളിച്ചു കഴിഞ്ഞാല് ആരും വെക്കാന്ന് പറ്റൂല. CID ന്യൂസിലും അറിയില്ല എന്നാ തോക്ക്, പക്ഷെ ആരും വെടിവെക്കരുത് അറിയില്ല. പിന്നെ എന്തിനാ തോക്ക്? ഇപ്പൊ ജിൻസിനെ പോലെ തന്നെ ജിൽഷാദിന്റെ വീഡിയോസ് കാണുന്നവർക്കറിയാം, ഏറ്റവും പ്രിയപ്പെട്ടതാണ് ജിൽഷാദിന് ഉമ്മ. ഇപ്പം പെൺകുട്ടികൾക്കൊക്കെ അച്ഛനൊരു വികാരം എന്നതുപോലെ തന്നെ ആൺകുട്ടികൾക്ക് ഉമ്മ എന്ന് പറഞ്ഞത്. അപ്പം ശരിക്കും പറഞ്ഞ ഈ ഒരു ബോണ്ട് കുട്ടിക്കാലം മുതലേ ഉമ്മയുമായിട്ടുള്ളൊരു ബോണ്ട് അങ്ങനെ ആയിരുന്നോ? ഉമ്മാനെ ഭയങ്കര ഇഷ്ടമാണ്. അത് ഇപ്പോഴാണെങ്കിലും അപ്പോഴാണെങ്കിലും എപ്പോഴും ഇഷ്ടമാണ്. ബാക്കിയുള്ളവർ ഇഷ്ടമല്ല എന്നല്ല കേട്ടോ, എല്ലാവരും ഇഷ്ടമാണ്. ഉമ്മാനെ പ്രത്യേകിച്ച് ഇഷ്ടമാണ് പണ്ട് മുതലേ. കാരണം ഉപ്പ ഗൾഫിലല്ലേ, അറിയുന്ന പ്രായത്തിൽ തന്നെ ഉപ്പ അധികം ഗൾഫിലാണ്. പൊതുവെ പിന്നെ ആണുങ്ങൾക്ക് എല്ലാവർക്കും ഉമ്മാനെക്കാരും കൂടുതൽ ഇഷ്ടം ഉണ്ടാവുക. ഉപ്പാനെ ഇഷ്ടട്ടോ, കാരണം നമുക്ക് വേണ്ടി കഷ്ടപ്പെടുകയാണ്. ഗൾഫിലാണ് ഉപ്പ. എനിക്ക് തോന്നുന്നു ഇപ്പൊ ഉപ്പ ഗൾഫിലാണെന്ന് പറഞ്ഞ പോലെ തന്നെ അപ്പം ജീവിതത്തിൽ എനിക്ക് തോന്നുന്നു ആ കുട്ടിക്കാലത്തൊക്കെ ഉപ്പേനെ ഒരുപാട് മിസ് ചെയ്തിട്ടുണ്ടാവും. മിസ് ചെയ്തിട്ടുണ്ട്. കാരണം ഞാനും എൻ്റെ പെങ്ങളാണെങ്കിലൊക്കെ ഞങ്ങൾ രണ്ടാളും ഇവിടെ നിന്നായിരുന്നു താമസിച്ച ഇവിടെ നിന്നല്ലായിരുന്നു. ഇത് ഉപ്പാൻ്റെ വീടാണ്. ഉമ്മാൻ്റെ വീട് മുതിരവണ്ണ എന്ന് പറഞ്ഞിട്ട്, പെരിന്തൽമണ്ണ മുതിരവണ്ണയായിരുന്നു. അപ്പോൾ അവിടെ ഞാനും പെങ്ങളും ഉമ്മയും ആയിട്ടൊരു ഇതായിരുന്നു. അപ്പോൾ എന്തായാലും മിസ് ചെയ്തിരുന്നു ഉപ്പാനൊക്കെ. ഇപ്പം കോണ്ടന്റ് എടുക്കുകയാണെങ്കിൽ ഇപ്പം യൂട്യൂബിൽ ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നു ഫാമിലി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ജിൽഷാദ് പ്രേക്ഷകരിലേക്ക് കൊടുക്കുന്നത്. അപ്പം എനിക്ക് തോന്നുന്നു പെട്ടെന്ന് വന്നൊരു ചാനലായിരുന്നു. അത് അധികം നാളായിട്ടില്ല, പെട്ടെന്ന് തന്നെ ട്രെൻഡിങ്ങിലേക്ക് പോകുന്നു, സബ്സ്ക്രൈബേഴ്സ് ആവുന്നു. അതിനുശേഷം ആ ഒരു ജേണി അല്ലെങ്കിൽ ആ ഒരു ലൈഫിലേക്ക് പെട്ടെന്ന് ഷിഫ്റ്റ് ആവുന്നു. അപ്പോൾ എങ്ങനെയായിരുന്നു? അതായത് സാധാരണക്കാരനായി നിന്നൊരു ചെറുപ്പക്കാരൻ പെട്ടെന്ന് യൂട്യൂബിൽ ഒരു ഫെയിം ആകുന്നു. അപ്പോൾ എങ്ങനെയാണത്? ശരിക്കും പറഞ്ഞാൽ ഞാൻ ഫാമിലി വ്ളോഗർ അല്ലായിരുന്നു ആദ്യം. ഞാൻ സിംഗറായിട്ട് വന്നതാണ്. എനിക്കും എൻ്റെ വൈഫിന് ജിൻസിക്കാണെങ്കിലൊക്കെ വ്ളോഗറാന്ന് പറയുന്നതിനെക്കാട്ടും ഇഷ്ടം സിംഗറാണ്. ഹസ്ബൻഡ് സിംഗറാണ്, സൗണ്ട് എഞ്ചിനീയറാണ് പറയാനാണ് ഇഷ്ടം. ഞങ്ങൾ ആദ്യം സോങ്സ് ഈ ചാനലിൽ ഏകദേശം 3-4 വർഷമൊക്കെ ആയിട്ടുണ്ടാവും തോന്നുന്നുണ്ട്. 3-4 വർഷം പോരാവുന്നുണ്ട്, അത്ര ടൈം എടുത്തിട്ടുണ്ട്. അതിന് മുമ്പ് എനിക്ക് വേറെ യൂട്യൂബ് ചാനൽ വേറെ ഉണ്ട്, മലയാള മനോരമയുടെ സബ് ചാനലൊക്കെ ഉണ്ട് എനിക്ക്. അപ്പോൾ അങ്ങനെ ഉണ്ട്. അതിലൊക്കെ പാട്ടാണ് കൂടുതലുണ്ടായിരുന്നത്. എന്നിട്ട് പെട്ടെന്ന് നമ്മൾ ഫാമിലി വ്ളോഗിൽ വന്നു. വിശേഷങ്ങളും കാര്യങ്ങളും അറിയണമെന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ ജസ്റ്റ് വന്നു. അങ്ങനെയൊക്കെ തന്നെ വളരെ സന്തോഷകരമായ ജീവിതത്തിലൂടെയാണ് ഇപ്പോൾ ജിൽഷാദ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഒരു പാട്ട് കൂടി നമ്മുടെ എല്ലാ ഓഡിയൻസിനും വേണ്ടിയിട്ട് ഒരു പാട്ട് കൂടി ജിൽഷാദിൻ്റെ. എൻ്റെ റുഹാൻമോടെ 1 കോടി
ജനങ്ങൾ കണ്ടു കഴിഞ്ഞു കേട്ടോ. 1,10,00,000 ആകാറായിട്ടുണ്ട് തോന്നുന്നുണ്ട്. അത്രയും ഞാനും കഴിഞ്ഞു. ശ്രേയമോളും കൂടി പാടിയതായിരുന്നു. റൂഹി നീ അകലും മുമ്പും മാനെ കണ്ട് മരിക്കണം, അല്ലെങ്കിൽ ഉമ്മാന്റെ കൂടെ മരിക്കണം. റൂഹി നീ പിരിയും മുമ്പുപ്പാനെ കണ്ട് മരിക്കണം, വിധിയുണ്ടേലുപ്പാന്റെ കൂടെ മടങ്ങണം. നിറമഴയിൽ എരിവെയിലിൽ ഒരു കുടയായി ഞാനില്ലേ, ഒരു കരുതൽ കടലാകാൻ എന്നുപ്പ കൂട്ടുണ്ടേ. നിറരാവിൽ നിലവ് പൊഴിഞ്ഞതുപോലൊരു സ്നേഹം പകരുന്നേ. എന്നാലും ഒരുപാട് സന്തോഷം. ഈ ഒരു ശബ്ദം കേട്ടപ്പോഴാണെങ്കിലും ഇതൊക്കെ ഉടനെ തന്നെ സിനിമകളിലേക്ക് കൂടി ഈ ശബ്ദം എത്തട്ടെ എന്നിങ്ങനെ ആഗ്രഹിക്കുകയാണ്. അപ്പോൾ ഒരുപാട് സന്തോഷം ജിൽഷാദിനെ പരിചയപ്പെടാൻ സാധിച്ചത്. താങ്ക് യു. ഓക്കെ, താങ്ക് യു.